സർക്കാരുകളെ സ്വാധീനിച്ച് ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കാൻ രാജ്യങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ലോബിയിങ് ഗ്രൂപ്പുകളെ ഉപയോഗിക്കാറുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതൊരു പതിവ് കാഴ്ചയുമാണ്. എന്നാൽ ചർച്ചകൾ നടത്തുന്നതിന് പോലും ലോബിയിങ് ഗ്രൂപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നാലോ? പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ കാര്യമാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ മോദി സർക്കാരിന്റെ കാര്യം. ഇന്ത്യയുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്കുൾപ്പെടെ അമേരിക്കൻ നേതാക്കളുമായി ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ലോബിയിങ് ഗ്രൂപ്പാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ എംബസികൾ വഴിയാണ് സാധാരണഗതിയിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുക. എന്നാൽ നിലവിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്ന പല സുപ്രധാന നയതന്ത്ര ചർച്ചകളും നടന്നത് ലോബിയിങ് സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആയിരുന്നത്രേ. അതിന്റെ എല്ലാം രേഖകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് സംഘപരിവാർ സൈബർ ഹാൻഡിലുകളുടെ പ്രചാരണം. കഴിഞ്ഞ 11 വർഷത്തെ ഭരണം കൊണ്ട് ലോകത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവായി മോദി മാറിയെന്നും വാദങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വിശ്വഗുരുവിന്റെ സർക്കാരിന് അമേരിക്കയിലെ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ലോബിയിങ് ഗ്രൂപ്പുകളുടെ സഹായം വേണമെന്ന അവസ്ഥയാണ് ഉള്ളത്. രാജ്യങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒക്കെയുള്ള പ്രത്യേക താല്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് സർക്കാരുകളെ സ്വാധീനിക്കുന്നതിനെയാണ് ലോബിയിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. 2025 ഡിസംബർ 7 ഫോറിൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ ആക്ട് അഥവാ FARA പ്രകാരം അമേരിക്കയിൽ സമർപ്പിക്കപ്പെട്ട ഒരു രേഖയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2025 ഏപ്രിൽ മുതലുള്ള 6 മാസങ്ങൾക്കിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്ന മിക്ക നയതന്ത്ര ബന്ധപ്പെടലുകളും ലോബിയിങ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ ആയിരുന്നു എന്നാണ് രേഖ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുൾപ്പെടെ പ്രധാന പങ്കുവഹിച്ച് പരിചയസമ്പന്നനായ ജെയ്സൺ മില്ലറുടെ H&W പാർട്ട്നേഴ്സ് LLC എന്ന ലോബിയിങ് ഗ്രൂപ്പാണ് ഇന്ത്യക്ക് വേണ്ടി ചർച്ചകളെല്ലാം സംഘടിപ്പിച്ചത്. 6 മാസത്തെ ഇടപെടലുകൾക്കായി മില്ലറുടെ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയത് 8 കോടി രൂപയാണെന്നും റിപ്പോർട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇന്ത്യ US വ്യാപാര ചർച്ചകൾ എന്നിങ്ങനെ സുപ്രധാന വിഷയങ്ങൾക്കായി 6 മാസത്തിനിടെ 60 തവണയാണ് ഈ ലോബിയിങ് സംഘം ഇന്ത്യക്ക് വേണ്ടി ഇടപെട്ടത്. 2025 സെപ്റ്റംബറിലും ഒക്ടോബറിലും മോദി ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ടിട്ട പോസ്റ്റുകൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മില്ലറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നതിൽ പോലും പ്രധാന പങ്കുവഹിച്ചത് ഈ ഗ്രൂപ്പായിരുന്നു. ജയശങ്കറിനായി വൈസ് പ്രസിഡന്റ് JD വാൻസ്, CIA റാഡ്ക്ലിഫ്, പ്രതിരോധ മന്ത്രി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരുമായി കൂടിക്കാഴ്ചകൾ സംഘടിപ്പിച്ചതും ലോബിയിങ് ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്കയുമായുള്ള ഇടപെടലുകളിൽ ഇന്ത്യ എപ്പോഴും ലോബിയിങ് സ്ഥാപനങ്ങളെയാണ് നിയമിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം US കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന പ്രത്യേക വിഷയങ്ങളിൽ മാത്രമായിരുന്നു. അല്ലാതെ ഇതുപോലെ പതിവ് ഇടപെടലുകൾക്ക് ആയിരുന്നില്ല. ഇത്തരം ലോബിയിങ് ഗ്രൂപ്പുകൾ മതിയെങ്കിൽ പിന്നെ ഇന്ത്യൻ എംബസികളും അവിടുത്തെ പ്രതിനിധികളും ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം.